സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് ദൈവം തന്നെ കൊണ്ടുവന്ന് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ സ്ഥാപിക്കുവാൻ, ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. വളരെ സാക്ഷ്യമുള്ള, വിനയത്തോടെ, സൗമ്യതയോടെ, സ്നേഹത്തോടെ എല്ലാവരോടും ഇടപെടുന്ന ദേവദാസനാണ് സാമുട്ടി പാസ്റ്റർ. ഞാൻ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹത്തെ കേരളത്തിൽ വെച്ച് കണ്ടത്. ഞാനൊരു വിവാഹ ശുശ്രൂഷ, അദ്ദേഹത്തിൻ്റെ അനന്തരവൻ്റെ കല്യാണം, അദ്ദേഹത്തിൻ്റെ അനന്തരവൻ വിവാഹം കഴിച്ചത് എൻ്റെ ഒരു മോളെയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അളിയൻ, ഇപ്പം അളിയൻ എന്ന് പറഞ്ഞാണെങ്കിൽ പറയുക, അദ്ദേഹത്തിൻ്റെ അളിയൻ എൻ്റെ ഫാദറും എൻ്റെ മദറും ഫസ്റ്റ് കസിൻസാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടെ അവിടെ, അപ്പോൾ അളിയനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് കൂടെ ഉണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ ബന്ധങ്ങളൊന്നും അറിയാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ MBAയുടെ കോൺഫറൻസിന് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അടുത്ത് ഇടപെടാനും ഇഴയടുപ്പമുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാനും ഒക്കെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, എൻ്റെ റൈറ്റ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മക്കളാണ് അവർ. എൻ്റെ കൂടെ, എൻ്റെ സന്തത സഹചാരികളായി, എൻ്റെ കൂടെ രാത്രിയും പകലും ഒരു കുടുംബം പോലെ, എൻ്റെ മക്കളെ പോലെ, അനുജന്മാരെ പോലെ രാത്രിയും പകലും നടന്നവരാണ് പ്രിയ സ്വരൂപ്, ദീന, പ്രിയ ഗിരീഷ്, സിബില്, ആ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഒരു റിലേഷൻഷിപ്പാണ് ഈ പ്രിയമുള്ളവരുമായിട്ടുള്ളത്. അവരെ അവിടുന്ന് വിട്ടുപോരുന്നത് നമ്മുടെ സ്വന്തം മക്കളാണേലും വിട്ടുപോയാലല്ലേ പറ്റുള്ളൂ. ഒരു കുറച്ച് നാളത്തേക്കിന് ഒരു ചിറകൊടിഞ്ഞ അനുഭവമായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ അഡ്ജസ്റ്റായി. പ്രൈസ് ദി ലോർഡ്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടണമല്ലോ. അതുകൊണ്ട് ദൈവം അവരെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് അവർ വന്ന് അവരുടെ പുറകെ ഞാനും വന്നിരിക്കുക. അവരോടൊരുമിച്ച് അവരുടെ സ്നേഹവും അവരുടെ വാത്സല്യവും അവരുടെ കരുതലും, എന്തൊക്കെ തരണം, എങ്ങനെ ചെയ്യണം, എന്നെ എടുത്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് തന്ന ഭാഗ്യം ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. സഹിച്ചാൻ്റെ പെങ്ങളല്ലേ ആണ് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാനിങ്ങനെ ഓൺലൈനിലൂടെ ഒരിക്കൽ കണ്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ. പ്രിയ സഹിച്ചാൻ്റെ സിസ്റ്റർ, കുടുംബം എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാങ്കുട്ടി പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു വലിയ അപകടത്തിലൂടെ കടന്നുപോയി. മരണത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ എല്ലാവരെയും വിടുവിച്ചു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നു എന്ന തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ മരണം മുഖാമുഖം കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ഒരു 100 മൈൽസ് സ്പീഡിൽ വരുന്ന വലിയ സ്കാനിയയുടെ ട്രക്ക് ഞങ്ങളുടെ പുറത്തൂടെ, ഞങ്ങളുടെ വാഹനത്തിന് പുറത്തൂടെ കയറി ഇറങ്ങിപ്പോയി. സ്തോത്രം. തകർന്നുപോയി സമ്പൂർണമായി. ഒരു ഫയറായി ആ ഒരു നിലവാരത്തിൽ ഇടിച്ച് തകർന്ന് വണ്ടി ടോട്ടൽ എൻജിൻ വരെ ബ്രേക്കായി. ആ സ്ഥാനത്ത് ആമേൻ ട്രക്ക് അതർ സൈഡിലൊരു പറമ്പിലൂടെ കയറി ഇറങ്ങി 200 വീട്ടിനപ്പുറത്താണ് വണ്ടി, ഒരു 250 വീട്ടിനപ്പുറത്താണ് നിർത്താൻ പറ്റിയത്. അത്ര ആ സ്പീഡിൽ തന്നെ ഇടിച്ച് തകർത്ത് പോയ സ്ഥാനത്ത് ആ ട്രക്ക് ഡ്രൈവർ തന്നെ അവിടെ ആ വണ്ടിയിൽ ഇറങ്ങാതിരുന്ന് പോലീസിനോട് പറഞ്ഞു, അവരെല്ലാവരും മരിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ വന്ന് പോലീസുകാരനോട് ചോദിച്ചു, എല്ലാവരും ജീവനോട് ആരെങ്കിലും ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാവരും ജീവനോട് ഇരിപ്പുണ്ടോ. ഇറ്റ്സ് എ മിറക്കിൾ. Amen. It's the first time it is happening in UK after truck accident. Amen. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവം ഞങ്ങളെ വിടുവിച്ചതോർത്ത്, ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതോർത്ത് ഞാൻ അവിടെ നിന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇനിയും ദൈവത്തിന് നമ്മളെ വേണം. ഹല്ലേലൂയ. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടായിരുന്നു, ശുശ്രൂഷ തീരാത്തിടത്തോളം കാലം നമ്മുടെ നാടൻ ഭാഷയിൽ നാഷണൽ പെർമിറ്റ് ലോറി നിൻ്റെ പുറത്തൂടെ കയറി ഇറങ്ങിയാലും നീ സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് വരും. അവൻ സാധാരണ ഞാൻ പ്രസംഗിക്കുന്നൊരു വാക്കാണത്. ശുശ്രൂഷ തീരാത്തിടത്തോളം കാലം നാഷണൽ പെർമിറ്റ് ലോറി, ഇനി ഞാൻ മാറ്റുകയാണ്, ഹെവി ട്രക്ക് നിൻ്റെ പുറത്തൂടെ കയറി ഇറങ്ങിയാലും നീ സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് വരും.
ആമേൻ. ദൈവം അനുവദിക്കാതെ ഒരു ദോഷവും ഒരു ഭക്തനുണ്ടാകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളുടെ പ്രിയ സൈജാന് മാത്രം ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായി, മറ്റൊരു കുഴപ്പമില്ല. കർത്താവ് തന്നെ പൂർണ്ണമായിട്ടും വിടുവിക്കും. പൂർണ്ണ ആരോഗ്യം. ഞങ്ങളെപ്പോഴും സംസാരിക്കുകയും ഞങ്ങളതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് തൊട്ട് ഈ പ്രസംഗത്തിലാണ്. അന്ന് ആക്സിഡൻ്റ് ഉണ്ടായി, എല്ലാവരും ഹോസ്പിറ്റലായിരുന്നു. രാത്രി മിഡ് നൈറ്റ് തന്നെ റെഡിങ്ങിൽ പോയി. നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഞാൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് 2-3 പ്രസംഗം, ശബ്ദമൊക്കെ അടഞ്ഞ്, പിന്നെ ഈ ബെൽറ്റ് ഇങ്ങനെ കഴുത്തിലോട്ട് വന്ന് ഞെരുങ്ങിയതിൻ്റെയും എയർ ബാഗിൻ്റെ ആ പ്രഷറിൻ്റെ അടിയെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ത്രോട്ട് ഇൻഫെക്ഷനായിപ്പോയി. ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ബെൽറ്റ് കയറി ഞെരുങ്ങിയത്. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം ശബ്ദത്തിനെല്ലാം ഉണ്ടായി. എങ്കിലും ആ ശബ്ദം വെച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ 5 മണിക്കൂർ പ്രസംഗിച്ചു. അങ്ങനെ ഇന്നലെ 2 മണിക്കൂർ പ്രസംഗിച്ചു. അങ്ങനെ എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഞാൻ സാങ്കുട്ടി പാസ്റ്ററോട് പറഞ്ഞു, ഈ ശബ്ദമില്ല, വന്നാൽ ശുശ്രൂഷിക്കാൻ എങ്ങനെ പറ്റുമെന്ന് അറിയത്തില്ല, വന്ന് നിന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അത് ഞാനിങ്ങനെ വന്ന് നിന്ന് തന്നിരിക്കുകയാണ്, ബാക്കി ദൈവം നോക്കിക്കോളും. ദൈവത്തിന് സ്തോത്രം. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദയമായി ഇടപെടുകയും നമ്മളെ തൊടുകയും നമ്മുടെ ആ അന്തരാത്മാവിൻ്റെ അകത്തളങ്ങളെ തട്ടി ഉണർത്തുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ഇറക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വേഗത്തിൽ തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അധിക സമയം ഞാൻ ചെലവിടാറില്ല. കാരണം ഡയറക്റ്റ് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ആ സന്ദേശവും ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന്. അപ്പോൾ ആ പാട്ട് തന്നെ ഇവിടെ പാടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിന് തെറ്റു പറ്റത്തില്ലല്ലോ. അപ്പോൾ ദൈവാത്മാവ് അതുതന്നെയാണ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച സന്ദേശവും. അതിനാധാരമായിട്ട് ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28, 29 and 30, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. യെസ് യെസ് കണ്ണുകളെ അടയ്ക്കാം. നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ വായിച്ചു കേട്ട തിരുവെഴുത്തിനായി സ്തോത്രം. അവിടുന്ന് ഈ വചനത്തിലൂടെ ഞങ്ങളോട് ഹൃദയമായി ഇടപെടണമേ. ഞങ്ങളുടെ ഓരോ വ്യക്തി ജീവിതങ്ങളോടും വ്യക്തിപരമായി ഈ ഭാഗത്തു നിന്ന് സംസാരിക്കണം. അടിയൻ്റെ ബലഹീന ശബ്ദത്തെ അവിടുന്ന് തന്നെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ നാമം മാത്രം ഇവിടെ ഉയരുവാനിടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുകയാണ്. ആമേൻ. അപ്പോൾ ഈ വിശുദ്ധ വേദഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒന്നാമത്തെ കാര്യം ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് ഈ റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത് വളരെ ആത്മീക അർത്ഥങ്ങൾ അന്തർലീനമായിരിക്കുന്ന തിരുവെഴുത്തിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും വായിച്ചറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. അത് 1 മണിക്കൂർ കൊണ്ടൊന്നും പ്രസംഗിച്ച് തീർക്കാൻ പറ്റിയ ഒരു വേദഭാഗമല്ല.
അത് ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു വചനമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, those who are in Christ, there is no condemnation. ആമേൻ. ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. തുടക്കം തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ക്രിസ്തുയേശുവിൽ ഒരുവനായി കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷാവിധി മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന് 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ, വായിക്കാമോ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ പരിശുദ്ധാത്മാവ്, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ സർവശക്തനായ ദൈവം യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് എന്തുകൊണ്ടാണ്? തൻ്റെ ആത്മാവിനെ കൊണ്ടാണ്. ആമേൻ. അപ്പോൾ യേശുക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ആത്മാവ് എവിടെ വസിക്കുന്നു? ഉറപ്പുണ്ടോ? എന്നിൽ വസിക്കുന്നു എന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ യേശുക്രിസ്തുവിൽ വസിച്ച ദ സെയിം ഹോളി സ്പിരിറ്റ് നമ്മളിൽ വസിക്കുന്നു. അപ്പോൾ ഈ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കുറിച്ച് എഴുതിയിട്ട് പറയുകയാണ്, അതിൻ്റെ ആ പരമോന്നതമായ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, അവൻ നമ്മുടെ ശരീരം മണ്ണോട് മണ്ണായി അമർന്നു പോയാലും ആ മരിച്ച ആ മണ്ണോട് അമർന്നുപോയ ശരീരത്തെ കാഹളം കേൾക്കുമ്പോൾ ഉയർപ്പിക്കുന്നത് എന്താണ്? ഈ പരിശുദ്ധാത്മാവാണെന്ന്. പ്രൈസ് ദ ലോർഡ്. അത് കഴിഞ്ഞ് അടുത്ത വാക്യം, 18ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അപ്പോൾ ഒരു വലിയ മർമ്മം പറയുകയാണ്, ഇന്നത്തെ നമ്മുടെ പ്രകൃതിയൊക്കെ മാറും, സ്ഥിതി മാറും, നമ്മിൽ തേജസ് വെളിപ്പെടും. ഇന്നത്തെ നമ്മുടെ എല്ലാ അവസ്ഥകളെയും മാറ്റി തേജസ് കൊണ്ട് നമ്മളെ പൊതിയുന്നൊരനുഭവമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം തന്നെ, ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്ന് ദൈവത്തിൻ്റെ സ്നേഹം, രണ്ട് എന്താ രണ്ടാമത്തത്? ദൈവത്തിൻ്റെ വിളി, കോളിംഗ് ഓഫ് ഗോഡ്. ദൈവ കോളിംഗ് ഇല്ലേ? ലവ് ഓഫ് ഗോഡ്, കോളിംഗ്, ദൈവത്തിൻ്റെ വിളി. അടുത്തത് എന്താ പറയുക? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അപ്പൊ മുന്നറിവ്, ദൈവത്തിന്റെ ഫോർ നോളജ്. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ മറക്കരുത്. ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. ദൈവം അറിയാതെ ഭൂമിയിൽ ഒന്നും നടക്കുന്നില്ല. നമുക്ക് അവിചാരിതമെന്ന് ആകസ്മികമെന്ന് അവൻ തോന്നുന്ന വിഷയങ്ങൾ, അത് ദൈവത്തിന് ആകസ്മികമല്ല. ദൈവം സകലതും മുന്നമേ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അടുത്തത്, മുന്നറിഞ്ഞവരെ ദൈവം എന്ത് ചെയ്തു? ദ ഫോർ നോളജ് ആൻഡ് പ്രീഡെസ്റ്റിനേഷൻ, ദൈവത്തിന്റെ മുൻ നിയമനം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദൈവം സകലതും മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്ലാൻ പ്രകാരമാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ മുന്നറിഞ്ഞവരെ എന്ത് ചെയ്യുന്നു? വിളിച്ചു. അടുത്തത്, നീതീകരിച്ചു, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഗോഡ്. എന്തുമാത്രം തിയോളജി ഈ വാക്കിനകത്തുണ്ടെന്ന് നോക്കിയാണ്. ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഗോഡ്. ലാസ്റ്റ് എന്തുവാ? ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ്. ദൈവം എന്ത് ചെയ്യുന്നു? തേജസ്കരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സ്നേഹമല്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിനകത്ത് ദൈവത്തിൻ്റെ വിളിയുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് ദൈവത്തിന്റെ മുൻനിയമനമുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് ദൈവത്തിന്റെ നീതീകരണമുണ്ട്. പിന്നെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുന്നത് നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിനകത്താണ്. എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്തൊക്കെ ഏദൻ പൂങ്കാവനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടോ, നഷ്ടപ്പെട്ടത് മുഴുവൻ നമുക്ക് മടക്കിത്തരുന്ന ദൈവസ്നേഹം. ഓ,
മനസ്സിലാക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ആമേൻ. പാപം ചെയ്ത മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തോട് അവൻ ഡിസ്കണക്റ്റഡ് ആയെങ്കിൽ, ദൈവത്തിൽ നിന്നും അകന്നുപോയെങ്കിൽ, ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവന്റെ തേജസ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അപ്പൊ ഈ തേജസ് കണക്ട് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ? ഈ ലൈറ്റ് കത്തിയത് ഇവിടെ നമുക്ക് ട്യൂബുണ്ട്, അല്ലെങ്കിൽ LED ബൾബുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇലക്ട്രിസിറ്റിയുമായിട്ട് ഇതിനെ പ്ലഗ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ. എന്താ മനുഷ്യന് തേജസ് പോകാൻ കാര്യം? ദൈവവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിപ്പോയി, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ, ഡിസ്കണക്റ്റഡ് ആയപ്പോൾ അവന്റെ തേജസ് അവന് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ എന്ത് ചെയ്യുന്നു? ഊടാടി സഞ്ചരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഏകാഗ്രചിത്തന്മാരായിരിക്കുക എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? Those who plugged to God, ദൈവത്തോട് പ്ലഗ് ചെയ്യപ്പെടുന്ന അനുഭവമാണ്. അപ്പൊ ദൈവത്തോട് പ്ലഗ് ചെയ്യപ്പെടണമെങ്കിൽ ലോകത്തോട് ഡിസ്കണക്റ്റഡ് ആകണം. ലോകത്തിൽ നിന്ന് അൺപ്ലഗ് ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തോട് പ്ലഗ് ചെയ്യാൻ പറ്റുള്ളൂ. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ തേജസ് പ്രാപിക്കും. ഉറപ്പുണ്ടോ? അയ്യോ പാസ്റ്റർ എന്തോ എന്ന് പറയുന്നതെന്നുള്ള വിഷയം. നമ്മൾ എന്തോ പ്രാപിക്കും? തേജസ് പ്രാപിക്കും. അതുകൊണ്ടാണ് അവന്റെ സ്വരൂപത്തോട്, അതാ അതിന്റെ അർത്ഥം. അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവിന് കണ്ണും മൂക്കും ഒക്കെ നമ്മളെ പോലെ ഉണ്ടോ? ഇല്ല. കർത്താവ് തേജസ്സിനാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ, തേജോമയനായ ദൈവത്തെ പോലെ ഞാനും നിങ്ങളും തേജസ് പ്രാപിക്കും. ഞാനും നിങ്ങൾ കർത്താവ് ഇരിക്കുന്നത് പോലെ കർത്താവിനെ കാണുന്ന ഒരു ദിവസം. അത് പറഞ്ഞിട്ട് സന്തോഷമില്ല. നമുക്ക് കാറ് കിട്ടുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ തേജസ് കിട്ടുന്ന കാര്യത്തിനോട് വലിയ നമുക്ക് പിടിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതൊക്കെ മൺമയമാണ്, നൈനിമിഷികമാണ്, പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്, താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന സകല മഹത്വങ്ങളും എല്ലാം ഇവിടെ തീർന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഗ്ലോറി ഉണ്ടല്ലോ, ആ തേജസ് എവിടെയെങ്കിലും തീർന്നു പോകുന്നതല്ല. നിത്യ യുഗങ്ങൾ ആ തേജസ്സിൽ നാം ജീവിക്കുന്ന, തേജസ്സിനാൽ മൂടപ്പെട്ടവരായി, തേജസ്സിനാൽ പൊതിയപ്പെട്ടവരായി നാം ജീവിക്കാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. അതെങ്ങനെ കിട്ടുന്നു? യേശു ക്രിസ്തുവിൽ കൂടി കിട്ടുന്നു. അല്ലെ? ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അന്ന് നമ്മൾ എന്ത് ചെയ്യും? മുഖാമുഖമായി. അതങ്ങനെ കാണാൻ പറ്റുന്നേ. സ്തോത്രം. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ താഴോട്ട് വരെ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. നമ്മുടെ വിഷയം മറന്നു പോകല്ലേ കേട്ടോ. എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അടുത്തത്, അങ്ങനെ തന്നെ നാം ആകുന്നു. യെസ്, വായിക്കേ. വായിക്കാൻ. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. അടുത്തത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ, ഒന്ന് എല്ലാവരും കൂടെ പറഞ്ഞേ, നാം ഇപ്പോൾ അകത്ത് ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവർ പറഞ്ഞാൽ മതി. നാം ഇപ്പോൾ ആരാണ്? ദൈവ മക്കൾ ആകുന്നു എന്ന് പറഞ്ഞ ആകുമെന്നല്ല, we are the children of God. ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്തത്, നാം ഇന്നതാകുമെന്ന് അറിഞ്ഞൂടാ. അടുത്തത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ. ഹലോ, എങ്ങനെ കാണുമെന്ന? എങ്ങനെ കാണും? നിങ്ങൾ എന്നെ ഇപ്പൊ എങ്ങനെ കാണുന്നേ? ഞാൻ ഇരിക്കുന്നത് പോലെ? അത് വേറെ വല്ലതുമാണ് കാണുന്നത്? ഞാൻ നിങ്ങളെ കാണുന്നത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പോലെ. സ്തോത്രം. നിങ്ങൾ എന്നെ കാണുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് പോലെ. ഞാൻ എങ്ങനെയാണോ ആയിരിക്കുന്നത് എൻ്റെ രൂപമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്യോന്യം ഇപ്പം കാണുന്നത് പോലെ നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ പ്രാണപ്രിയനെ
നമ്മൾ നേരിട്ട് കാണുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അത് പ്രാപിക്കാൻ കൃപ പ്രാപിച്ച ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതാ ഏറ്റവും വലിയ ഭാഗ്യം. കൈയടിച്ച് കൊട്ടും കൊട്ടി പാട്ടും പാടി കർത്താവ് വരും പോയില്ലെങ്കിൽ താനിരിക്കുന്ന പോലല്ല കാണുന്നത്, വേറെ വല്ലതും ആയിരിക്കും കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയിലും വേർപാടിലും നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. ഞാൻ മടങ്ങി വരിക കേട്ടോ പ്രസംഗത്തിലേക്ക്. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ യേശു നമ്മളെ സ്നേഹിച്ചത് എന്തിനു വേണ്ടി? ഇപ്പൊ യേശു നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വിടുതൽ അനുഭവിക്കുന്നത്. യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ട് എന്നെ ആക്സിഡന്റിൽ നിന്ന് ആണോ അല്ലയോ? യേശു നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് എന്നെ സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ UK വന്നത് ആണോ അല്ലയോ? അതോ വന്നതുകൊണ്ട് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? ഇല്ല. ദൈവം നമ്മളെ കൊണ്ടുവന്നതാ. സ്തോത്രം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക നന്മകളെല്ലാം തന്നെ ദൈവസ്നേഹത്തിന്റെ പ്രദർശനങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർ. ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവമാണോ നമ്മളാണോ ദൈവത്തെ സ്നേഹിച്ചത്? ദൈവമാണോ നമ്മളെ സ്നേഹിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം രണ്ട് പേര് അങ്ങോട്ട് മറിച്ചാൽ 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. 1 യോഹന്നാനിലേക്ക് പോകാമോ? 1 യോഹന്നാൻ 4:19 വായിച്ചേ. 1 യോഹന്നാൻ 4:19. അവൻ ആദ്യം ആരെ സ്നേഹിച്ചു? നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചതല്ല, ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു. ഉറപ്പാണല്ലോ. ആമേൻ. ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. അപ്പൊ സ്നേഹം ഒരു വൺ വേ ട്രാഫിക്കിൽ വന്ന കാര്യം നടക്കത്തില്ല. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാ. സ്തോത്രം. ഈ സ്നേഹം കർത്താവ് പ്രദർശിപ്പിച്ചു. ദൈവം എന്ത് ചെയ്തു? സ്നേഹം പ്രദർശിപ്പിച്ചു. സ്തോത്രം. ഈ സ്നേഹം ഹൈഡ് ചെയ്യാനുള്ളതല്ല. നമ്മളൊക്കെ ഇതിനെ ഹൈഡ് ചെയ്തുകൊണ്ട് നടക്കുക. നല്ലൊരു ചിരി ചിരിക്കണമെങ്കിൽ വലിയ പ്രശ്നമാണ് നമുക്ക്. സ്തോത്രം. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ആരോഗ്യം തന്ന, ആയുസ് തന്ന് നമ്മെ നിർത്തിയിരിക്കുമ്പോൾ അന്യോന്യം നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. സ്നേഹം ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, സ്നേഹം പ്രദർശിപ്പിക്കാനുള്ളതാണ്. അത് ദൈവം പ്രദർശിപ്പിച്ച് കാണിച്ചു. ആമേൻ. എങ്ങനെ ദൈവം പ്രദർശിപ്പിച്ചു? നാം പാപികളായിരിക്കുമ്പോൾ, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം പാപികളായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് അവൻ നമ്മളെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഹലോ, നമുക്ക് ഒരു മെറിറ്റ് നമ്മുടെ ഭാഗത്ത് ഇല്ലാതിരുന്നപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പേരാണ് അഗപ്പെ. ആമേൻ. അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ്. നിരുപാധികമായ സ്നേഹം. അവൻ ഒരു യോഗ്യതയും ഇല്ലാത്തത് സ്നേഹിച്ച സ്നേഹത്തിന്റെ പേരാണ് ഏത്? അഗപ്പെ. ആ സ്നേഹം അനുഭവിച്ചവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. അപ്പോൾ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, ആമേൻ, only begotten son, ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ താഴേക്ക് അയക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതിനപ്പുറം വേറെ വല്ല സ്നേഹമുണ്ടോ? ഇല്ല. യേശു, കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് സർവശക്തനായ ദൈവം തന്റെ പുത്രനെ താണഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, മെസ്സേജ് കയറിയിട്ടില്ല. സ്തോത്രം. ദൈവവുമായിട്ട് നമ്മളെ ഒന്ന് കണക്ട് ചെയ്യാൻ. ഇന്നിവിടെ വന്നിരിക്കാൻ കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ സ്നേഹമാ. ദൈവം നമ്മളെ സ്നേഹിച്ചു. കാൽവറി ക്രൂശിൽ
യേശുവിനെ തകർക്കാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. ആമേൻ. അങ്ങനെ ദൈവസ്നേഹം അനുഭവിച്ചവരാണ് ഞാനും നിങ്ങളും. ആമേൻ. അപ്പോൾ ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ, പിതാവ് അയച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ധ്വനിയുണ്ട്. പിതാവ് ഇങ്ങനെ നിർബന്ധിച്ച് യേശുവിനെ താഴെ ഭൂമിയിലേക്ക്, അങ്ങനല്ല. പിതാവ് നിർബന്ധിച്ച് അയച്ചതല്ല, പുത്രൻ തന്നെത്താൻ താഴേക്ക് വന്നതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതൽ താഴോട്ടുള്ള വേദഭാഗമാണ് കേട്ടോ. ഫിലിപ്പിയർ 2-ാം അധ്യായം 6. അവൻ ദൈവരൂപത്തിലിരിക്കെ, അങ്ങനല്ലേ, ശ്രദ്ധിച്ച് കേൾക്കണേ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഗോഡ്, ദൈവമായിരിക്കെ. ഹലോ, അവൻ ദൈവമായിരിക്കെ എന്താ അതിന്റെ അർത്ഥം? അവൻ എന്ത് ചെയ്തു? വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ആരെടുത്തു? ദാസരൂപം കൊടുത്തതല്ല. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. ദാസരൂപം യേശുവിന് കൊടുത്തതല്ല, യേശു ദാസരൂപം എടുത്തു. അടുത്തത്, മനുഷ്യ സാദൃശ്യത്തിൽ തന്നെത്താനായി. അടുത്തത്, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? തന്നെത്താൻ. ദൈവം പിതാവിനെ കസേരന്ന് യേശു ക്രിസ്തുവിനെ ആ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടെന്നല്ല, തന്നെത്താൻ. He emptied himself. ഹലോ, പ്രൈസ് ദ ലോർഡ്. അല്ലല്ലോ. അപ്പൊ യേശു കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതുകൊണ്ട്, അവൻ എന്നെയും നിങ്ങളെയും അവന്റെ മക്കളാക്കി തീർക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെത്താൻ ഒഴിച്ചു താണ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരുന്ന് സ്തോത്രം പറയാൻ കാരണം, ഇതിനകത്തിരുന്ന് ആരാധിക്കാൻ കാരണം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വചനം പ്രസംഗിക്കാൻ കാരണം, ആമേൻ, എന്റെ കഴിവല്ല, എന്റെ ഭാഗത്തു നിന്ന് ഒരു മെറിറ്റും എനിക്ക് ഉണ്ടായിട്ടല്ല, എനിക്കൊരു യോഗ്യത, എന്റെ കുലീനതയല്ല, ഞാൻ ജനിച്ച കുടുംബമല്ല, എന്റെ പശ്ചാത്തലമല്ല, എന്റെ വിദ്യാഭ്യാസമല്ല, പിന്നെയോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ച് ഏറ്റെടുക്കൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിനക്ക് സ്തോത്രം പറയാൻ വകുപ്പുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ എന്തെങ്കിലും നശ്വരമായ ഒരു വസ്തുവിനെ നോക്കിയല്ല നിനക്ക് വേണ്ടി തന്നെത്താൻ സ്വർഗം വേണ്ടെന്ന് വെച്ച് ദൈവത്വത്തെ തന്നെത്താൻ ഉപേക്ഷിച്ച് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം വേണ്ടി തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിലേക്ക് വന്നു. അപ്പോൾ നിർബന്ധത്താൽ യേശു ഭൂമിയിലേക്ക് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വന്നതല്ല, തന്നെത്താൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി തന്നെത്താൻ ഇതൊക്കെ തന്നെങ്കിൽ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തന്നെത്താനല്ലേ ഒഴിച്ചു വന്നേ. ഈ ദൈവത്തെ ആരാധിക്കാൻ ആരെങ്കിലും പ്രേരിപ്പിക്കണോ? അതാ വിഷയം. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി ആരുടെയെങ്കിലും നിർബന്ധത്താൽ മനുഷ്യത്വം എടുത്തതല്ല. യേശു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നെങ്കിൽ ഒരു സ്തോത്രം പോലും പറയാൻ ആരും പറയണ്ട. കർത്താവിന് വേണ്ടി കൊടുക്കാൻ ആരെങ്കിലും പറയണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വല്ലതും കൊടുക്കുമ്പോൾ കണക്ക് നോക്കി കൊടുക്കാറുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഇന്ന് 5 ബിസ്ക്കറ്റ് കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്ന്? നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ളവർ കൊടുത്തിട്ട് കൊടുത്തതിൻ്റെ കണക്ക് എഴുതി വെക്കാറുണ്ടോ? എന്താ കാര്യം? ഭാര്യയ്ക്ക് കൊടുത്തതിനെല്ലാം കണക്ക് എഴുതി വെച്ചു. കണക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, സംഗതി വഷളാണ്. സ്തോത്രം. ഭർത്താവിന് കൊടുത്തതിന്റെ കണക്കെഴുതി വെച്ചിട്ടെങ്കിൽ ഓർത്തോണം, സംഗതി ഇത് എന്തെങ്കിലും ചോദിക്കുന്ന ദിവസമുണ്ട്. സ്തോത്രം. എന്റെ കർത്താവ് നിന്നെ സ്നേഹിച്ചത് കണക്ക് പറഞ്ഞല്ല.
ഓ സ്തോത്രം. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ഒരു കണക്കും നോക്കാതെ എന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, പ്രഷ്യസ് ആയിട്ടുള്ള തന്റെ സണ്ണിനെ നിനക്ക് വേണ്ടി ലോകത്തിനെ ഒന്നും നോക്കാതെ ഏൽപ്പിച്ച് തന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. എന്റെ ദൈവത്തെ നീ കണക്ക് നോക്കാതെ സ്നേഹിക്കാൻ. ഓ ജീസസ്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവം നിന്നെ വിടുവിച്ച വിടുതലോർത്ത് നോക്കിക്കേ, നിന്നെ സൗഖ്യമാക്കിയ സൗഖ്യമോർത്ത് നോക്കിക്കേ, നിന്നെ കൊണ്ടുവന്ന വഴികളോർത്ത് നോക്കിക്കേ. ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത്, നാശകരമായ കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ നീ കിടന്ന സ്ഥാനത്ത് നിന്നെ അവിടേക്ക് ഇറങ്ങി വന്ന് നിന്റെ തകർച്ചകളെ മാറ്റി, നിന്നെ പണിതെടുത്ത് നിന്നെ മാന്യനാക്കി മാറ്റാൻ എന്റെ ദൈവം അപമാനം ഏറ്റെടുത്തെങ്കിൽ, ഇന്ന് പകൽ രാത്രികാലം ഒരു പ്രത്യേക അഭിഷേകം നിന്റെ മേൽ പകരുക. ഇന്ന് വരെ നീ പ്രാപിച്ചിട്ടില്ലാത്ത ചില പുത്തൻ ശക്തികൾ, ദൈവിക നന്മകൾ നിനക്ക് വേണ്ടി പകരുന്ന ഒരു ദൈവശക്തി ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നു. അത് ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഓ ദൈവശക്തി വ്യാപരിക്കുക. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ഓ ഹല്ലേലൂയ. സ്വന്തം പുത്രനെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന സ്വന്തം പുത്രനെ നമുക്ക് തന്നതും മറന്നിട്ട് ചില പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, നീ എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് വന്നതിനൊരു 10 സ്തോത്രം പറ. നീ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്ക. അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിനക്ക് കൈയെത്തിപ്പിടിക്കാൻ കഴിയാത്ത, നിന്നിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് തോന്നുന്ന, നിനക്ക് അസാധ്യമെന്ന് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പിശാച് എടുത്തു പറയുന്ന ചില വിഷയങ്ങളെ നിന്റെ കൈകളിൽ കൊണ്ടു തന്ന, ഓ ഇന്ന് പകൽക്കാലം ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ചില രോഗത്തിന്റെ കെട്ടുകളെ അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കാൽവറി മരണത്തിലൂടെയുള്ള ചില വിടുതലുകൾ പ്രത്യക്ഷമായി വെളിപ്പെടുന്നത് വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഓ വചനം ഇന്ന് രാത്രിയിൽ വെളിപ്പെടുക. വചനത്തിലൂടെ ഒരു വിടുതലിനകത്ത് വെളിപ്പെടുന്നത് ദൈവാത്മാവെന്നെ കാണിക്കുക. ഓ ജീസസ്. നിന്നെ തകർക്കുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്നെ ഞെരുക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളിലകത്തുന്ന നിന്നെ പുറത്തു കൊണ്ടുവരാൻ സ്വർഗം ഇന്ന് ഇറങ്ങുന്ന രാത്രിയാ. Receive in the name of Jesus. Receive the miracle in the name of Jesus. Receive the power in the name of Jesus. Ruda mano hamda rana രീതര ഭൗഡ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഓ ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ നടക്കുക. വിദൂരതയിൽ നിനക്ക് ചെന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ in the name of Jesus. Hallelujah. Amen. ഈ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിനക്ക് വിടുതലുണ്ട്, പാപമോചനമുണ്ട്. അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യമുണ്ട്. അവൻ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സകല നന്മകളും മുഴുവൻ ബെനിഫിറ്റുകളും, അവൻ ക്രിസ്തു യേശുവിൽ കൂടിയുള്ള മുഴുവൻ ബെനിഫിറ്റുകളും ഇന്നു രാത്രി ഈ ഹോളിനകത്ത് റിലീസ് ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നുണ്ട്. അവൻ നിനക്ക് നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട്,
അവൻ നിന്റെ ശരീരത്തിന്റെ, അവൻ നിന്റെ കുടുംബത്തിന്റെ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ഞെരുങ്ങുന്ന ചില പ്രതിസന്ധികളുടെ അകത്തുനിന്ന് ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് ഓ ജീസസ് ഓ റബ ശാന്ത റബ റബ ഹല്ലേലൂയ ആമേൻ. ശ്രദ്ധിക്കണേ, അപ്പൊ ദൈവം നമ്മളെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഫസ്റ്റ് അപ്പൊ യേശു നമ്മളെ തിരഞ്ഞെടുത്തു. ലോക സ്ഥാപനത്തിന് മുന്നമേ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു, സ്നേഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ, നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ അമ്മ ഉദരത്തിൽ ഉരുവായതിന് ശേഷമാണല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ജനിച്ച് ബോധം വന്നതിന് ശേഷമാണ്. ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അമ്മയുടെ സ്നേഹത്തിനും ലോകത്തിന്റെ സ്നേഹത്തിനും നമ്മുടെ സ്നേഹത്തിനും എല്ലാം പരിമിതിയുണ്ട്. അമ്മ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറഞ്ഞ സ്നേഹമാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്നേഹം നമുക്ക് തന്ന ദൈവം ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. ഇന്ന് രാത്രി എനിക്ക് കൈമാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൂതാണ്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. നമ്മളെങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു മനസ്സിലാക്കുന്നത്? ദൈവസ്നേഹത്തിന് കണ്ട് പാട്ട് പാടുന്നതാണോ? നമ്മളെക്കാട്ട് നന്നായിട്ട് MG സുകുമാർ പാടിത്തരും. പ്രൈസ് കാശ് കൊടുത്താൽ മതി. ദൈവസ്നേഹത്തിന്റെ പാട്ട് പാടുന്നതല്ല, ദൈവസ്നേഹത്തിന്റെ പ്രസംഗം പ്രസംഗിക്കുന്നതല്ല ദൈവസ്നേഹം. വേണം, ആരെങ്കിലും പ്രസംഗിക്കണ്ടേ? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ആരെങ്കിലും പാട്ട് എഴുതാതെ നമ്മളെങ്ങനെ പാടും? നമുക്ക് എഴുതാനുള്ള കഴിവ് ഇല്ല. സ്തോത്രം. അപ്പോൾ ആരെങ്കിലും പാടി കേൾപ്പിച്ചാൽ അതിന്റെ ട്യൂണും മനസ്സിലാവുള്ളൂ. അപ്പോൾ പാടി കേൾക്കുന്നതും പാടുന്നതും ഒക്കെ നല്ലതാ. പക്ഷെ ദൈവസ്നേഹം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം, എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചത് എൻ്റെ അമ്മയുടെ മരണമൊക്കെ കഴിഞ്ഞ്, അടക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി തിരുവല്ലായി കൊണ്ടുവന്ന് ഇരേറ്റ് കൊടുത്ത് അടക്കി. അതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അവിടെ സമയമില്ല നമ്മുടെ മുമ്പിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്ന്, അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് മമ്മി ഇങ്ങനെ പറയുമായിരുന്നു, മോനെ നീ സുവിശേഷ വേലയ്ക്ക് ഉള്ളതാ എന്ന് പറഞ്ഞ ഒരു പ്രീമച്യൂർ ബേബിയായിട്ട് ജനിച്ച ആളാണ്. എത്ര മാസത്തിലാണെന്നും പറയുന്നില്ല, നിങ്ങൾ പിന്നെ പറഞ്ഞ് കളിയാക്കും. അതുകൊണ്ടാണ്. സ്തോത്രം. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ ഞാൻ ലോകത്തിൽ വന്ന ആളാണ്. സ്തോത്രം. അപ്പോൾ മമ്മി പറഞ്ഞിങ്ങനെ, ദൈവമേ എനിക്കൊരു ആൺകുഞ്ഞിനെ തരികയാണെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ പേര്, അങ്ങനെ എനിക്ക് ദാനിയേൽന്ന്. ഞാൻ മമ്മിയോട് വഴക്കുണ്ടായിരുന്നു, എന്തിനായി ദാനിയേൽന്ന് കിട്ടുന്നത്? സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേരല്ല എന്താ വിളിക്കുന്നത്? ഇപ്പം വിളിക്കുമ്പോൾ വലിയ ഗമേലാണ് ഞാൻ ഇരിക്കുന്നത്, കാരണം നല്ല പേരല്ലേ. പക്ഷെ പണ്ട് ഡാനി എന്നൊക്കെ വിളിച്ചാൽ, ഞാൻ പിള്ളേർ എന്നെ ഡാനി എന്ന് വിളിച്ചാൽ സ്തോത്രം. പക്ഷെ വിളിക്കുന്നത് എന്നെ വിളിക്കത്തുള്ളൂ, ഡാനിയേലിനെ. സന്തോഷം. ആമേൻ. ഇപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ്. ദൈവം എൻ്റെ ന്യായാധിപതിയാണ്. നീ ആ ഭൂമി ഇളകി താഴെ വീഴാൻ ഞാൻ സ്വോത്രം പറയണം. എനിക്ക് വേണ്ടി ജഡ്ജ് ചെയ്യുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. അപ്പം അറിഞ്ഞുകൊണ്ടാണ് പേരിട്ടത്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, 15-ാമത്തെ വയസ്സിൽ 16-ാമത്തെ വയസ്സിൽ ആമേൻ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് റീഡിങ്ങിലേക്ക് പോയ സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മമ്മി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുകയാണ്. അപ്പം മർത്തോമായിലെ അച്ഛനാകണം. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ പ്രായത്തിലൊക്കെ ഒരു മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ പുതച്ചിട്ട്, മോനെ നീ അച്ഛനാകണം എന്നിങ്ങനെ പറയാം. മർത്തോമക്കാരനാണല്ലോ. സ്തോത്രം. എന്നാൽ അച്ഛനാകാനല്ല, നീ കപ്പിയാരാകാനുള്ള ഗുണം പോലും നമുക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു വഴക്കാളിയും സ്കൂൾ ലീഡറും രാഷ്ട്രീയവും അങ്ങനെ നടന്ന സ്ഥാനത്ത് എൻ്റെ അമ്മ രാത്രി കൈവച്ച് എൻ്റെ തലയിൽ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല.
എന്നാൽ അമ്മയുടെ അടക്കം കഴിഞ്ഞ് വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണം, നീ കർത്താവിൻ്റെ വേല ചെയ്യണം. ആമേൻ. കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മമ്മി ഉണ്ടായിരുന്ന സമയത്ത് മമ്മിയുടെ കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിരുന്നിട്ട് ഫ്രണ്ടിൽ പോയിരിക്കും പ്രവാചകന്മാരൊക്കെ വരുമ്പോഴേ. എന്തിനെന്നറിയാമോ? ഈ പ്രവാചകന്മാരാരെങ്കിലും വന്ന് തലക്കഴിഞ്ഞു, മകനെ ഈ നാളുകളിൽ ഞാൻ നിന്നെ എൻ്റെ പ്രത്യേകമായ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു, ആഴിയെ നോർക്കാതെ ഇറങ്ങിത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൂത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി. ഒരു പ്രവാചകരും എന്ത് ചെയ്തില്ല. ദൂത് ഓരോ മീറ്റിംഗ് സാധാരണ നമ്മൾ ദൂത് പറയല്ലേ എന്ന് പറഞ്ഞാൽ പലരും പോയിരിക്കുന്നത്. എന്നാൽ ഞാൻ നേരെ തിരിച്ചാ. ആരെങ്കിലും ഒന്ന് ദൂത് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ പോയി അപ്പനോട് പറയാറുണ്ടല്ലോ ദൂത് കേട്ട് പോവാന്ന്. എന്നാൽ ഒരു ദിവസം രാത്രി ദൂതൊന്നും കേൾക്കാതെ ഭാരപ്പെട്ട് രാത്രി ഇരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ അതിൻ്റെ ഈ തലമുറയിൽ വ്യക്തമായി എൻ്റെ കാതിൽ കേൾക്കുകയാണ്, ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകൾ ചെയ്തെടുക്കത്തക്ക രീതിയിൽ ഞാൻ അതിൻ്റെ തലമുറയിൽ കണ്ടിരിക്കുന്നു. ഒറ്റ വാക്ക് എഴുതി കാണിച്ചു, ഐ വിൽ നെവർ ലീവ് യു നോർ forsake you. ലോകം മുഴുവൻ നിന്നെ തള്ളിയാലും, നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ലോകം മുഴുവൻ നിന്നെ ഇട്ടിട്ട് പോയാലും, അമ്മ നിന്നെ വിട്ടിട്ട് പോയാലും, ലോകം മുഴുവൻ നിന്നെ ഉപേക്ഷിച്ചാലും, ഉപേക്ഷിക്കാത്ത ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അപ്പനോട് പറഞ്ഞു, അദ്ദേഹം ആമേൻ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോവാ. പപ്പ എന്നോട് പറഞ്ഞു, എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. സ്തോത്രം, മര്യാദയ്ക്ക് പഠിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിലെ ബിസിനസ്, എയർഫോഴ്സിൽ വന്നതിന് ശേഷമുള്ള ബിസിനസ്, ലോറി സർവീസ്, കൺസ്ട്രക്ഷൻ കമ്പനി, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ആമേൻ, ഇതൊക്കെ ചെയ്തോണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിലൂടെ നീ ഏറ്റെടുത്ത് ചെയ്തോണ്ട് ഞാൻ പറഞ്ഞില്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. പക്ഷേ കെ സി തോമസിനോട് എന്ന് പറഞ്ഞു, എൻ്റെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ്, എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം, മോനെ പ്രീ ഡിഗ്രി പാസ്സായിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം പോകണം, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. ആമേൻ. അന്ന് തന്നെ ബൈബിൾ കോളേജ്, കോട്ടയത്ത് വടവാതൂര് ബൈബിൾ കോളേജിൽ കൊണ്ടുവന്ന് പാസ്റ്റർ പി എം ബിലിവ് സാറിൻ്റെ അടുത്ത് 1988 കൊണ്ടുവിട്ടു. സ്തോത്രം. ഞാൻ ഈ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത് കോഴഞ്ചേരിക്കാരനാണെങ്കിലും തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് കവടിയാറ് ജനിച്ചു വളർന്ന ഞാൻ ഷാൻഡ് ഷർട്ടൊക്കെ ഇഞ്ച് ചെയ്ത് ടിപ്പ് ടോപ്പായിട്ട് പുള്ളിയുടെ അടുത്ത് ചെന്ന പുള്ളി ആദ്യം ഉടുപ്പൂരി പുറത്തിട്ട് അന്ന് ഇഷ്ടം ഇപ്പോഴും പുറത്താണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. ആമേൻ. ജീവിതം പടുത്തെടുത്തെങ്കിലും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നെന്നറിയാം. ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ കർത്താവിനോട്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ലോകം മുഴുവൻ പ്രസംഗിക്കണം. ആമേൻ. ഇന്നു രാത്രി ആമേൻ, നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് നീ ദൈവത്തിന് കൊടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നിനക്ക് വേണ്ടി പ്രദർശിപ്പിച്ചെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിന് നീ മടക്കി കൊടുക്കാൻ നിനക്ക് പ്രേഷ്യസ് എന്ന് തോന്നുന്ന, നിനക്ക് വിലയേറിയതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിനക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, വാക്കുകൊണ്ട് പറഞ്ഞു വിടുന്ന അനുഭവങ്ങളല്ല, ജീവിതത്തിലെ നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തോന്നുന്നതിനെ ആമേൻ ലോകം മുഴുവൻ നിന്നെ പഴിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും വേദനാജനകമായ അനുഭവങ്ങളിലൂടെ നീ പോകുമ്പോഴും ആമേൻ വില കൊടുത്ത് ദൈവത്തെ സേവിക്കാൻ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൈവജനത്തോട് സംസാരിക്കുന്നു. വില കൊടുത്ത് ദൈവത്തെ സേവിക്കാൻ ദൈവത്തിന് തീരുമാനമെടുക്കുന്ന ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആഴിയെന്നോർക്കാതെ, ആഴം ആരായാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ, സമുദ്രത്തിന്റെ നടുവിലേക്ക് വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ആത്മീക മൂല്യങ്ങൾക്ക് വേണ്ടി നീ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുമെങ്കിൽ എന്റെ ദൈവം നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, മറന്നു കളയുന്ന ദൈവമല്ല, നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വില കൊടുത്ത് ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. സമയം തീരുന്നതുകൊണ്ടൊരു ഭയം ഉണ്ടെങ്കിലും പറയുന്നിടത്ത് വെച്ച് ഞാൻ നിർത്തും. സ്തോത്രം. ദൂത് മുഴുവൻ പ്രസംഗിച്ചാലും കുഴപ്പമില്ല. ആമേൻ. അല്ലല്ലോ, വില കൊടുത്ത്. ഞാൻ സുവിശേഷത്തിൽ ഇറങ്ങിയപ്പോൾ ബ്രീഫ് കേസിനകത്ത് പാൻറ്റും ഉടുപ്പൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ അപ്പൻ എന്നെ പുറകെ പിടിച്ചിട്ട് പറഞ്ഞു, എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വടക്കേ ഇന്ത്യക്ക് പോവാണ്, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് പോവുക. എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു നായയെ പോലെ
എല്ലാം നഷ്ടപ്പെട്ടവനായി തിരിച്ചു വന്ന് എൻ്റെ കാലയിൽ വീഴുന്നൊരു ദിവസമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പെട്ടി തുറന്ന്, സഫാരിയുടെ ബ്രീഫ് കേസാണ്, ഞാൻ ഇന്നും എൻ്റെ ചർച്ചിനകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത്. 35 വർഷം മുമ്പ് ഞാൻ എടുത്ത സാധനമാണ്. ആ പെട്ടി തുറന്നിട്ട് ഒരു വേദപുസ്തകം എടുത്ത് എൻ്റെ അപ്പനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെടുത്തവരാരും ഒരിടത്തും തലകുനിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല, ഒരിടത്തും കൈനീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല, ഒരിടത്തും മുട്ടുമടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ദൈവസ്നേഹത്തിന്റെ ആഴത്തിന്റെ മുമ്പിൽ നീ കാൽച്ചൂടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിടത്തും നീ ലജ്ജിച്ചു പോകാൻ, നീ തലകുനിക്കാൻ, നീ തളർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കൊമ്പുയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ദീപം തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റെടുക്ക. കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, ലോകം മുഴുവൻ നിന്നെ തള്ളി പറഞ്ഞാലും, ഇന്ന് രാത്രി നീ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ആമേൻ, വിലയേറിയതിനെ നീ ദൈവത്തിന് കൊടുക്കുമെങ്കിൽ അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. അപ്പൊ എങ്ങനെ ദൈവത്തെ സേവിക്കണം? വിലയേറിയതിനെ കൊടുക്കണം. കർത്താവിന് കൊടുക്കുന്നതിൻ്റെ കണക്ക് നീ എങ്ങും എഴുതി വെക്കില്ല. ഹലോ, പള്ളിയിൽ ട്രഷറർ എഴുതിക്കോട്ടെ, പക്ഷെ നീ എങ്ങും എഴുതി വെക്കരുത്. എങ്കിൽ ദൈവം എഴുതി വെച്ചേ നിനക്ക് തരത്തുള്ളൂ. എന്നോട് ഒരാൾ ചോദിച്ചു, എത്ര പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ എഴുതിയിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. എഴുതി? ഞാൻ എൻ്റെ കൈ കൊണ്ട് ആദ്യം സ്നാനപ്പെടുത്തി, എൻ്റെ പിള്ളേരിനത്തിരിപ്പുണ്ടല്ലോ, എൻ്റെ കൈ കൊണ്ട് ആദ്യം ഒന്നാമത് സ്നാനപ്പെടുത്തിയ കൃഷ്ണൻകുട്ടിയെയും പ്രസന്നയെയും, ചാക്കോച്ചനെയും തോമാച്ചനെയും അല്ല. അവരിന്നും എൻ്റെ സഭയ്ക്കകത്ത് എന്നോടൊപ്പം ആരാധിക്കുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാരെ. ചിലർക്ക് കഴിഞ്ഞ പാസ്റ്ററെ എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ, ഞാൻ തന്നെ മറന്നുപോയി. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഇന്ന് വരെ എഴുതി വെച്ചിട്ടില്ല. എത്ര കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ല. എത്ര വേദി പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ല. എൻ്റെ കർത്താവിൻ്റെ വേല അക്കൗണ്ടബിളായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. ദൈവത്തിനു വേണ്ടി നീ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ. ഞാനും എൻ്റെ ഭാര്യയെ കൊണ്ട് തുടങ്ങിയ പ്രവർത്തനമാണ് ഞങ്ങളുടെ സഭ. ആമേൻ. ആരുമില്ല, ആദ്യം തൊട്ടുള്ള ആളാണ് സ്വരൂപം. ആമേൻ. സ്വരൂപിൻ്റെ കുടുംബം, അവരെ മുഴുവൻ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ദൈവം എനിക്ക് ഭാഗ്യം കിട്ടി. അവരെല്ലാം സ്നാനപ്പെടുത്താൻ കർത്താവിനെ സഹായിച്ചു. 24 വർഷമായി സഭ തുടങ്ങിയിട്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ലായ്മയെന്നാണ് തുടങ്ങിയത്. ആദ്യത്തെ കൃഷ്ണൻകുട്ടിയെയും പ്രസിഡന്റിനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പം ഞങ്ങൾ ആരാധിക്കുന്ന സ്ഥലം നഷ്ടപ്പെട്ടു. ആരാധനാ സ്ഥലം നഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് മാറി ശംഖുമുഖം ബീച്ചിൽ റോഡിയിരുന്ന് മാസങ്ങൾ, പല പ്രാവശ്യമായിട്ട്, അനേക മാസങ്ങൾ, ഞാൻ എനിക്കൊന്ന് 6-7 മാസമെങ്കിലും പല പ്രാവശ്യമായിട്ട് ആരാധിച്ചോട്ടെ. റോഡിയിരുന്നു. നിങ്ങളെല്ലാം ആരാധിക്കുമോ? റോഡിയിരുന്നു. സ്തോത്രം. ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ പാമ്പ് അഴഞ്ഞു പോയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ഭാഷ പാമ്പ്. ഞാൻ ഓടിയ എല്ലാവരും ഓടും. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അവരുള്ളതുകൊണ്ട് ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് ഇങ്ങനെ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ 2 ടെമ്പററി ഹോള് പണിതു. ഒരിടത്ത് ടെമ്പററി ഹോള് പണിതിട്ട് ആമേൻ കത്രിമേശ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് അടി നടക്കുക. അന്ന് പൊളിച്ചു മാറ്റിയത്. അടുത്തത് സ്വരൂപിൻ്റെ വീട്ടിനോട് ചേർന്ന് ഞങ്ങളുടെ സഹോദരൻ്റെ കോമ്പൗണ്ടിൽ ഞങ്ങളുടെ ചെറിയൊരു ചർച്ച് പണിതു. ചെറുതെന്ന് നല്ല മനോഹരമായൊരു ഹോള്. ആദ്യത്തെ സഭായോഗം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആരാധനയ്ക്കെതിരെ റൂട്ട് മാർച്ച് നടത്തി. അന്ന് അടുത്ത ദിവസം അത് പൊളിക്കേണ്ടി വന്നു. നോക്കുക, അന്ന് പിന്നെയും കൊണ്ടോടുക റോഡിലോട്ട്. എല്ലാം തകർന്നുമ്പോഴും എൻ്റെ അടുത്തെല്ലാം അന്ന് ഞാൻ POIP-യുടെ സംസ്ഥാന പ്രസിഡന്റ്, പാസ്റ്റർ എന്തിനാണ് ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? IPC-യുടെ ഏത് വലിയ സഭ വേണം, പാസ്റ്റർ എടുത്തൂടെ, പാസ്റ്ററെ ലീഡർഷിപ്പ് നിൽക്കുകയല്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവസ്നേഹത്തിൻ്റെ ആഴമുണ്ടല്ലോ, ഇട്ടിട്ട് പോകാൻ അനുവദിച്ചില്ല, പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഏറ്റവും വലിയ ആരാധനാലയം ഞങ്ങളുടെ ആരാധനാലയം. ചങ്കൂറ്റത്തോടെ പറയുന്നത്. 25,000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ നടുക്ക് 3 നിലകളിലായിട്ട് 3 നിലയിലും കാറ് കയറുന്ന എയർ കണ്ടീഷൻഡ് ഫുള്ളി അക്വസ്റ്റിക് ചർച്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചർച്ച. അഭിമാനമാണ്.
നീ ദൈവത്തെ സേവിക്കാനിടയായാൽ നിനക്ക് കിട്ടുന്നത് മുഴുവൻ നീ ദൈവത്തിന് കൊടുത്ത് നിന്നെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന, നിന്നെ അസൂയ കൊണ്ടാണോ സ്വോത്രം പറയാത്തെന്ന് എനിക്ക് തോന്നിപ്പോവുക. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? നീ കർത്താവിന് വേണ്ടി അവൻ ദൈവസ്നേഹത്തിന്റെ ആഴത്തിന്റെ നടുവിൽ അവൻ വില കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഈ സ്വരൂപമൊക്കെ എന്ത് കഷ്ടപ്പെട്ടാന്നറിയാം. എൻ്റെ കൂടെ കല്ലും മണ്ണും ചുമന്ന് തകർന്ന് തെങ്ങ് വെട്ടി ഞങ്ങൾ ഉന്തുവണ്ടിയിൽ ഞങ്ങൾ തെങ്ങ് വെട്ടി ഓരോ ഷെഡ് പണിയാൻ ഞങ്ങൾ തള്ളുമായിരുന്നു ഉന്തുവണ്ടിയിൽ. അവൻ കഷ്ടപ്പെട്ട് ഇന്ന് കഷ്ടപ്പെട്ടവൻ നാട്ടോ UK വന്നിരിക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നീ ദൈവത്തിനു വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ അവനെ മാത്രമല്ല എന്നെയും കുറെ കൊണ്ടുപോകുന്നില്ലേ ദൈവം? അപ്പൊ ദൈവം അനുഗ്രഹിക്കുന്ന നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. അല്ലേലും ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാകാനാണ്. ഇവിടെ ഉണർവൻ്റെ പ്രസംഗമായത്. ഉണർവുണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിന് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അവൻ വിലയേറിയതിനെ കൊടുക്കുന്നതാണ് സ്നേഹം. അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എവിടെന്നാ? ദൂതന് കാള വെട്ടി കൊടുത്തതാണോ? അതോ ഒരു പാത്രം ഒരു ചെമ്പ് നിറച്ച് മാവിരുന്നതിനകത്തുനിന്ന് 3 അടങ്ങി മാവെടുത്ത് കൊടുത്തതാണോ? നമ്മളിതൊക്കെ കൊടുത്തിട്ട് കണക്ക് പറയുന്ന പാർട്ടികളാ. കർത്താവ് തിരിഞ്ഞ് കണക്ക് നോക്കി തിരിച്ചു കൊടുത്തു. ആണോ അല്ലയോ? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3 പേർക്ക് കൊടുത്തെങ്കിൽ 30 ലക്ഷം പേർക്ക് കർത്താവ് കൊടുത്തു. ആമേൻ, അളന്നാ കൊടുത്തതും. എന്നാൽ അളവ് കൂടാതെ കൊടുത്തൊരു സംഭവമുണ്ട്. ഏതാണെന്നറിയാമോ? സ്വന്തം പുത്രനെ മോറിയായുടെ മേളിൽ കൊണ്ടുവന്ന് ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി യാഗമർപ്പിക്കാൻ മനസ്സ് തോന്നിയത് കൊണ്ട് ഭൂമിയിലെ മണൽത്തരി പോലെ അൺകൗണ്ടബിൾ ആയിട്ട് ലോകത്തിലെ ആർക്കും എണ്ണാൻ പറ്റാത്തത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുക. ദൈവാത്മാവ് സംസാരിക്കുക. ഇന്ന് രാത്രി ആര് ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ, ദൈവാലോചനയുടെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ മനസ്സാണോ അവനെ അനുഗ്രഹിക്കുന്ന, അവനെ ഉയർത്തുന്ന, അവനെ മാനിക്കുന്ന നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. നീ വിതയ്ക്കുന്നത് കൊയ്യും. ഈ വിതച്ചവനെ കണ്ട് അസൂയ തോന്നിയിട്ടൊന്നും കാര്യമില്ല. ചിലരൊക്കെ അങ്ങ് അസൂയ തോന്നുക. ഈ അസൂയ തോന്നും. ദൈവം അനുഗ്രഹിച്ചതിനെ കാണുമ്പോൾ അസൂയ. ഇസഹാക്ക് 100 മേനി കൊയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർക്കെല്ലാം എന്തായി? നമുക്കെന്നെ ഹൂക്കേസ്, അവനെ അസൂയ അടിച്ചോണ്ടിരിക്കട്ടെ. അവിടെ നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ വീണ്ടും കൊടുക്കുക, വാരിയെറിയ. അതുകൊണ്ടാണ് ഇസഹാക്ക് പറഞ്ഞത്, God has given me a place to be fruitful. ദൈവത്തിന് വേണ്ടി അധികം ഫലം കഴിക്കാൻ ദൈവം എനിക്ക് വീണ്ടും ഇടം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. കൊടുത്തത് കിട്ടിക്കഴിയുമ്പോൾ നിർത്തുകയല്ല, വാരിക്കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവസഭയോട് പറയുന്നു, ഈ ദേശത്തൊരു സഭ ആരാധനാലയം ഉണ്ടാകാൻ, ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ, ദേശം വിടുവിക്കപ്പെടുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കാൻ, ആയിരങ്ങൾ മാനസാന്തരം. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നീ എത്രത്തോളം ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞിട്ട് പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പറഞ്ഞ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ തലമുറകൾക്ക് ഇതിനകത്ത് വന്നിരുന്ന, അല്ലെങ്കിൽ എവിടെയാണോ തരുന്ന അതിനകത്ത് സമയം സ്പെൻഡ് ചെയ്ത് തലമുറകൾക്ക് അവർക്ക് ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഒരിടം നിങ്ങൾ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊക്കെ പറയാനാണ് എന്നെ ദൈവം കൊണ്ടുവന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, ദൈവത്തിന് നമ്മൾ വിലയേറിയതിനെ കൊടുക്കണം. 2, എന്തോന്നറിയാമോ? രണ്ടാമത്തത്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ പാപം ചെയ്യത്തില്ല.
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ത് ചെയ്യത്തില്ല? പാപം ചെയ്യാൻ പറ്റില്ല. അതായത് ദുരുപദേശമാണെന്നും ലൈവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നീ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചാൽ നിനക്ക് പാപം ചെയ്യാൻ, ഹലോ, കുറ്റപ്പെടുത്തുമൊന്നുമല്ല. ലവ് മാരേജ് ഒന്നും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ പോലും പോയില്ല. അപ്പോൾ നിങ്ങളിത് പറയുന്നു, ഞാൻ പച്ച മലയാളത്തിൽ പറയുക. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കോളേജിലെ എൻ്റെ സ്റ്റുഡൻറ്റ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ലവ് മാരേജാണ്. അപ്പം എന്നോട് പറയും, നീ മാത്രം ഗ്ലാമർ കുറവൊന്നും ഉണ്ടായിട്ടല്ല. സ്തോത്രം. ഇപ്പം ഇത്രയാണെങ്കിലുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. അന്ന് മുട്ടുമ്പോൾ എന്ന് പ്രാർത്ഥിക്കും, കർത്താവ് നിനക്ക് ഹിതമല്ലാത്തൊരു സാധനം എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ദൈവനാമത്തിന് ആക്ഷേപം ഉണ്ടാകുന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ. ആക്ഷേപം ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിക്കല്ലേ, ഇതൊന്നും നിങ്ങൾ വൈറലാക്കുകയും ചെയ്യല്ലേ, കട്ട് ചെയ്തൊന്നും വിട്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ദൈവനാമത്തിന് ആക്ഷേപം ഉണ്ടാകുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ പരസ്യമായി ദൈവത്തിന് നാമത്തിന് ആക്ഷേപം വരുന്ന ഒരു കാര്യം പോലും എന്നിലും നിങ്ങളിലും, എന്നെ ഒഴിവാക്കി പറയുകയല്ല, എന്നിലും നിങ്ങളിലും ഉണ്ടാകാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. അങ്ങനല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് അവിഹിത ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്ന, അങ്ങനെ അങ്ങ് പറയാമല്ലോ, ഒരു യഥാർത്ഥത്തിൽ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് വേറൊരു അവിഹിത ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ? യഥാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരുവന് പിശാചിനെ സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പാപം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് ഗുഡ് ബൈ പറയാൻ നമുക്ക് സമയം തീരുന്നോണ്ടോ ഇങ്ങനെ കേട്ടോ. ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. എന്ത് പറഞ്ഞ് തീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം. ഈ ബാബേലില് ഇങ്ങനൊരു കൈ കാണിച്ചു, അതുകൊണ്ടാണ് പിന്നെയും കയറുന്നത് അതിനകത്തോട്ട്. സ്തോത്രം. ബാബിലോണിൽ ഇസ്രായേൽ ജനത്തെ അടിമകളായിട്ട് കൊണ്ടുവന്നു. ആരാ കൊണ്ടുവന്നേ? നെബൂഖദ്നേസർ രാജാവാണ് കൊണ്ടുവന്നേ. അതെ, എല്ലാം തകർത്ത് പൊടിച്ചു വാരി, ആലയവും തകർത്ത്, മതിലും തകർത്ത്, വാതിലും ചുട്ട് എല്ലാം കൊണ്ടുവന്നൊരു ടീമിനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ദാനിയേൽ ഉണ്ടായിരുന്നു, ശദ്രക്ക്, മേശക്ക്, അബേദനം ഉണ്ടായിരുന്നു. ഇവർ നല്ല കോമളന്മാരും കൊള്ളാവുന്നവരുമായിരുന്നു. രാജാവ് ശരിക്കും സ്റ്റഡി ചെയ്ത ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇവന്മാരെ കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷണ്ഡന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് എന്തോ കൊടുക്കുക, നല്ല എൻ്റെ മേശയിൽ എന്ത് വിളമ്പുന്നോ. ഹലോ, ആമേൻ. നമ്മളൊക്കെ ആണേ പറഞ്ഞാൽ വിരട്ടി ഇങ്ങോട്ട് 2 ഇരട്ടിയും കൂടെ വരട്ടെന്ന് പറഞ്ഞു. എന്നാൽ ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ നെവർ ഡിഫൈൽ മൈസെൽഫ് വിത്ത് കിങ്സ് ഫുഡ്. രാജാവിൻ്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ, ആ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റണം. അത് ദൈവത്തെ സ്നേഹിക്കുന്നവനെ പറ്റുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. തീച്ചൂളയുടെ മടങ്ങ് 7 മടങ്ങ് വർദ്ധിപ്പിച്ചപ്പോഴും ശദ്രക്കും മേശക്കും അബേദനവും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? നിന്റെ തീരുമാനത്തിന്റെ മേൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. ഏറ്റെടുക്ക. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി ദൈവപ്രവർത്തി നിന്റെ ശരീരത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയ്ക്കകത്ത് നടക്കുന്നത് ആത്മാവിൽ എന്നെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. തീച്ചൂളയാണേലും സിംഹച്ചുഴിയാണേലും എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? Nothing can separate me
from the love of Christ. എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും ഈ ലോകത്തിനുള്ളതിനോ വരുവാനുള്ളതിനോ ആമേൻ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റില്ല. ഇന്നു രാത്രി നിന്റെ തീരുമാനം വലുതാണെങ്കിൽ വലിയ അത്ഭുതം കാണും. വലിയ അത്ഭുതം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക. നിനക്ക് വേണ്ടി സ്വർഗം താണ് നിന്റെ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവം ഇറങ്ങുന്നത്. ഇന്ന് രാത്രി ദൈവമഹത്വം ഇറങ്ങുക. പിടിച്ചു നിന്ന് നിനക്ക് വേണ്ടി ലോകം മുഴുവൻ പാപം ചെയ്തപ്പോഴും ലോകം മുഴുവൻ ഇട്ടിട്ട് പോയപ്പോഴും ചെറിയ നന്മയ്ക്ക് വേണ്ടി ചെറിയ സുഖത്തിന് വേണ്ടി ദൈവത്തെ കളഞ്ഞിട്ട് പോയ നൂറുകണക്കിന് ആൾക്കാർ നിന്റെ ചുറ്റും നിൽക്കുമ്പോഴും നീ കർത്താവിന് വേണ്ടി നിന്നാൽ ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ആമേൻ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ഹല്ലേലൂയ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. എനിക്ക് ലാഭമായിരുന്നു ഇതിനൊക്കെയും. ആര് നിമിത്തം? ആരോടുള്ള സ്നേഹം നിമിത്തം. എന്താ ലാഭമായിരുന്നത്? ആമേൻ. എബ്രാഹിമിൽ ജനിച്ച എബ്രാഹിം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. താഴോട്ട് എവിടെ പറഞ്ഞിരിക്കുന്നേ? ആ വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ കാണാൻ കഴിയുന്ന കാര്യമാ. എന്താ പൗലോസ് പറഞ്ഞത്? യെസ്, വായിക്കാമോ ഭാഗം? പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്. അടുത്തത്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാൻ. ഫിലിപ്പിയർ 3-ാം അധ്യായം അതിന്റെ 5 മുതൽ 3-4 മുതൽ വായിച്ചാട്ടെ. ഞാൻ റെഫറൻസ് പറഞ്ഞതിൽ പല തപ്പ്, അതുകൊണ്ടാ. സ്തോത്രം. 3-4 മുതൽ വായിച്ചാട്ടെ. ഒന്നുകൂടെ വായിച്ചു. പക്ഷേ എനിക്ക് ജഡത്തിൽ വകയുണ്ട്. അടുത്തത്, തോന്നിയാൽ എനിക്ക് അധികം. അടുത്തത് എന്താ? ഒരു സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കുക. 8-ാം നാളിൽ പരിശോധനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, എങ്കിലും ഹലോ എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഛേദമെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ഒരു ഉണർവിലേക്ക് ഇനി വരുന്നത് സ്നേഹത്തിന്റെ ആഴത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ UK വലിയ ഉണർവുണ്ടാകാൻ പോകുകയാണ്. ഉണർവുണ്ടാക്കാൻ പോകുന്നത് മിടുക്കന്മാരെ കൊണ്ടല്ല, വർഷിപ്പ് ലീഡേഴ്സിനെ കൊണ്ടല്ല, പ്രസംഗകരെ കൊണ്ടല്ല. ആഴമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ആഴമായി ദൈവ സാന്നിധ്യം കൊതിക്കുന്ന, ദൈവ സാന്നിധ്യം വിട്ടുമാറാൻ കഴിയാത്ത ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിനകത്തുനിന്നൊരു ഉണർവ് ദൈവം പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നീ കണ്ടിട്ടില്ലാത്ത ചിലരെ, നിന്റെ തലമുറയെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇവാൻ റോബർട്സിനെ ഉപയോഗിച്ച ദൈവം മരിച്ചു പോയിട്ടില്ല. വില്യം ജെ സൈമോറിനെ ഉപയോഗിച്ച ദൈവം
മരിച്ചു പോയിട്ടില്ല. ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവം നിന്റെ തലമുറയെ ഉപയോഗിക്കും. ആഴമായി ദൈവത്തെ സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി വിലയേറിയതിനെ ഛേദമെന്നെണ്ണുന്ന നിന്നെ കൊണ്ട് ദൈവം ഒരു വലിയ ഉണർവിന് വേണ്ടി എഴുന്നേൽപ്പിക്കും. ആമേൻ, ആമേൻ. നോക്കിയാൽ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത വേണ്ടെന്ന് വെച്ച മോശയെ എന്റെ ദൈവം ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കാൻ ഉപയോഗിച്ചെങ്കിൽ ഈ നാടുകളിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. ഒരു വലിയ ഉണർവ് ഈ രാജ്യത്ത് ദൈവം അയക്കും. ഞാൻ ഈ രാജ്യത്തിന്റെ നിങ്ങൾ കാണാത്ത സ്ഥലങ്ങൾ ഞാൻ കണ്ടു. നിങ്ങൾ പോകാത്തടത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു? വിത്തിൻ 1 month ഞാൻ പോയി കഴിഞ്ഞു. ഈ ബാക്കിയുള്ളടം കൊണ്ട് ഇനി എവിടെയൊക്കെ ഉണ്ടോ, സ്കോട്ട്ലാൻഡ് തൊട്ട് അയർലൻഡ് തൊട്ട് ഞാൻ വെസ്റ്റ് മിനിസ്റ്റർ ആബിക്കകത്തൊക്കെ കയറിയപ്പോൾ കരഞ്ഞുപോയി. സ്തോത്രം. $30 ഉള്ളു. കളഞ്ഞു കയറി കാണണം. വെസ്റ്റ് മിനിസ്റ്റർ ആബിക്കകത്ത് ഞാൻ കയറിയ ചർച്ചിനകത്ത് കയറി ഞാനിങ്ങനെ നടക്കുകയാണ്. നടന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു വശത്ത് ആമേൻ ഐസക് ന്യൂട്ടന്റെ കല്ലറയാ, മറുവശത്ത് ചാൾസ് ഡാർവിന്റെ കല്ലറയാ, ഇപ്പുറത്ത് വിൻസ്റ്റൺ ചർച്ചിന്റെ കല്ലറയാ, മഹാന്മാരുടെ വിക്ടോറിയ രാജ്ഞിയുടെ കല്ലറ. ഇങ്ങനെ കല്ലറകളെല്ലാം കണ്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ഒരിടത്ത് വന്ന് ഞാൻ നിന്നുപോയി. നിൽക്കാൻ കാരണം എന്തെന്നറിയാമോ? കർത്താവിന് വേണ്ടി ജീവൻ മുഴുവൻ വേണ്ടെന്ന് വെച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് ഇവിടുന്ന് എന്ന് ആഫ്രിക്കയിലെ കറുത്ത ഭൂഖണ്ഡത്തെ സുവിശേഷത്തിന് വേണ്ടി വെളുപ്പിച്ച മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഒരു സിംഹങ്ങളുടെ കടിയേറ്റ് ഒരു വശം തളർന്നുപോയ മനുഷ്യൻ. ആമേൻ. നരഭോജിയെ നരസ്നേഹിയാക്കിയ മനുഷ്യൻ. ആമേൻ. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ കല്ലറ വെസ്റ്റ് മിനിസ്റ്റർ ആബിക്കകത്ത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ലോകത്തെ ചപ്പന്നും ചവറെന്നും എണ്ണിയവനെ മരണത്തിൽ പോലും എന്റെ ദൈവം കൈവിടത്തില്ല. മഹാന്മാരുടെ കൂടെ അവന്റെ ഡെഡ് ബോഡിയെ കിടത്താൻ എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യുക. ഈ കാലഘട്ടത്തിൽ ദൈവനാമത്തിന് വേണ്ടി സുവിശേഷം ഒരു അഭിഷേകം. ദൈവശക്തി. Receive the power. Receive the power. Receive the anointing. ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നു. ഒരു ഉണർവിലേക്ക് ദൈവത്തിനെ മടക്കി കൊണ്ടുവരിക. അഭിഷേകം. Anointing. ഇപ്പോൾ തന്നെ ഈ ഹോളിനകത്ത് ദൈവജനത്തിന്റെ മേൽ വിട്ടുകൊടുത്ത് എന്റെ കർത്താവിന്റെ കരം നിന്റെ മേൽ ഇറങ്ങിയ ഒരു അഭിഷേകം. Anointing in the name of Jesus. Anointing. ദൈവജനത്തിന് മേൽ എല്ലാ വീക്ക്നെസ്സും മാറട്ടെ. ശരീരത്തെ ബലഹീനമാക്കുന്ന എല്ലാ അന്ധകാരങ്ങളെ അഴിച്ചു മാറ്റുന്നു. ഒരു വലിയ ദൈവശക്തി in the name of Jesus. ഈ ഹോളിനകത്ത് ദൈവജനത്തിന് മേൽ ഒരു വലിയ അഭിഷേകം. നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അഭിഷേകം. നിയന്ത്രിക്കാൻ പറ്റാത്തൊരു anointing.
Handarana Riga Dhala. Yes, yes. Revival. Revival. Holy Spirit. Holy Spirit. Power. Fire. Oh, Rabashata Ragadana. തീകത്തുക, തീയാക്കുക. ദൈവത്തിന്റെ തീയാക്കുന്നു. ദൈവത്തിന്റെ ഫയറാക്കുക. ദൈവത്തിന്റെ ഫയറാക്കുക. Yes. Receive it. Oh, ra 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 ba 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 ba. Hu ra 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 ri ga da lo. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നിന്റെ സ്ഥിതി മാറ്റുന്നു. നിന്റെ അയോഗ്യതകളെ യോഗ്യതയാക്കുന്നു. നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ മേൽ അഭിഷേകം. Oh, yes. 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 മഞ്ഞു പെയ്യുന്ന പോലെ ഏലിയാവിന്റെ പുതപ്പ യേശുവിന്റെ മേൽ വീണ പോലെ ഒരു വലിയ ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങുക. നിർത്താൻ പറ്റാത്തതുപോലെ ദൈവ സാന്നിധ്യം വിട്ടുപോകാൻ പറ്റാത്തതുപോലെ ഒരു വലിയ അഭിഷേകം. നിങ്ങളുടെ തലയിൽ കർത്താവ് തൊടുക. നിങ്ങളുടെ ശിരസിൽ കർത്താവ് തൊടുക. യെസ്, യെസ്. യേശുവിന്റെ നാമത്തിൽ വിട്ടുകൊടുക്കാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Yes, 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 yes. Jesus. Oh, ra ra ba 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 ba. Huda rana rigadala, huda mana regadala, huda baba rigadala. Oh, 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 Jesus, Jesus. കൂട്ടമായി ജനം വരട്ടെ, കൂട്ടമായി ജനം വരട്ടെ. ഓ, കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് ഇവിടെ ആരാധിക്കാൻ ജനം വരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, വീര്യപ്രവർത്തികൾ നടക്കട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ. ഓ, കെട്ടപ്പെട്ട കുടുംബങ്ങൾ അവൻ ജീവൻ പ്രാപിക്കട്ടെ. ജീവരാല മൗന ഹന്തരാല റീഗദാല ബാര ബാര ജീവരാല ഹത്ത റീഗദാല ഹൗഡമാന ഹത്തരാല റീഗദാല. അഭിഷേകം. അഭിഷേകം. ഹല്ലേലൂയ. വിട്ടുകൊടുക്കെ. ഇന്ന് രാത്രി വിട്ടുകൊടുത്ത് ആരാധിച്ചോ.
വിട്ടുകൊടുക്ക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുക. പ്രാർത്ഥിക്കാനുള്ള കൊതി അകത്ത് തരിക. ആരാധിക്കാനുള്ള കൊതി അകത്ത് തരിക. കൊതി കൊതി ദൈവ സാന്നിധ്യം കൊതിക്കട്ടെ. ദൈവ സാന്നിധ്യം കൊതിക്കട്ടെ. ദൈവ സാന്നിധ്യം. ഇപ്പൊ കെട്ടുകൾ പൊട്ടുക. ആന്തരിക അവയവങ്ങളെ കെട്ടിയ കെട്ടുകൾ, ബാഹ്യ മണ്ഡലങ്ങളെ കെട്ടിയ കെട്ടുകൾ, ബാഹ്യ മണ്ഡലങ്ങളെ കെട്ടിയ കെട്ടുകൾ, I break it in the name of Jesus. 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 Yes. 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 Waraba shataraba raba. Waraba shataraba. Udamana hatarana. Abhishekam. Oh, ra 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 ra. Oh, oh, we are power. 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 In the name of Jesus. Oh, ra 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 ba. സ്ഥിതി മാറുക, സ്ഥിതി മാറുക, സ്ഥിതി മാറുക. സഭയുടെ സ്ഥിതി മാറുക, കുടുംബങ്ങളുടെ സ്ഥിതി മാറുക, തലമുറയുടെ സ്ഥിതി മാറുക. സ്ഥിതി മാറട്ടെ. Hallelujah. 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 ഒരു ഉണർവുണ്ടാകും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവത്തിന്റെ വ്യക്തമായ ദർശനം കഴിഞ്ഞ ദിവസം കാണിച്ചു. ദർശനം പറയാൻ സമയമില്ല. ഉണർവുണ്ടാകുമെന്ന് കാണിച്ചെന്നെ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ദൂത് പറഞ്ഞു. അതിനു മുമ്പ് എന്നോട് കാണിച്ച ദൂത്, ഉണർവിൻ്റെ ദൂത് എന്നെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് തിരിച്ച് കഴിഞ്ഞ ദിവസം UK വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, മുട്ടുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞതുമായ കിണറുകളെ കുഴിക്കാൻ ചില ഇസഹാക്കന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂതനോട് പറഞ്ഞു. ഞാൻ മുട്ടുമേ നിൽക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ചില പബ് ഹൗസുകളെ തിരിച്ച് ആരാധനാലയങ്ങളെ മാറ്റാൻ, ചില റെസ്റ്റോറന്റുകളെ മടക്കി ആരാധനാലയങ്ങളാക്കി മാറ്റാൻ. പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂതനോട് പറഞ്ഞു, ഈ രാജ്യത്ത് ഒരു കാലത്ത് ആരാധിച്ച ആരാധനാലയങ്ങൾ ശത്രു അപഹരിച്ചെങ്കിൽ, മണ്ണിട്ട് മൂടിയെങ്കിൽ, മണ്ണിട്ട് മൂടപ്പെട്ട ആ കിണറുകളെ വീണ്ടും കുഴിക്കാൻ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? ദൈവം അതിന് ഉണർവിന്റെ അറ്റം ചുമക്കാൻ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഒരു ദിവസം രാത്രി കോവിഡിൻ്റെ ലാസ്റ്റ് 10 പേർക്ക് മാത്രം കൂടാൻ പറ്റുന്നൊരു സമയം, ആ 10 പേർക്ക് മാത്രം കൂടാൻ പറ്റുന്ന സമയത്ത് ഒരു രാത്രി തമിഴ്നാട്ടിലെ മിനിസ്ട്രി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. രാവിലെ എനിക്ക് തൃശ്ശൂര് 3 പേരുടെ ഓർഡിനേഷൻ കൊടുക്കണം, IPCയുടെ കേരള സ്റ്റേറ്റിൻ്റെ ഓർഡിനേഷൻ കൊടുക്കാൻ 3 പേർക്ക് കൊടുക്കണം. തൃശ്ശൂർ പോകണം എനിക്ക്. ഞാൻ രാത്രി 12:30 വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് വൈഫിനോട് ചോദിച്ചു, ഇനി എങ്ങനെ ഇനി നേരം വെളുക്കുമ്പം അവിടെ ചെല്ലും? ഞാൻ പറഞ്ഞു, എനിക്ക് 2 മണിക്ക് 3:30 ഇറങ്ങിയാൽ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റും. എനിക്ക് 10 മണിക്ക്. കോവിഡാണ്, വഴിക്ക് പോലീസ് ചെക്കിങ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നോളാം, ഇരുന്നൊരു 10 മിനിറ്റ് നാപ്പ് എടുത്തിട്ട് ഞാൻ പൊക്കോളാം. അപ്പോഴത്തേനും എനിക്ക് ഡ്രൈവർ വരും, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ ഒരുമിച്ച് പോകാൻ വേണ്ടി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ലിസ എൻ്റെ തൊട്ടടുത്ത് സെറ്റ് അവിടെ കിടന്നിട്ട് അവൾ കിടക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനൊരു ദർശനം കാണിക്കുക. ആ ദർശനം എന്ന് പറയുന്നത് ഇതുപോലൊരു കോർഡ്ലെസ് മൈക്രോഫോൺ പിടിച്ച് 5000 പേർക്ക് കുറഞ്ഞിരിക്കാവുന്ന ഒരു വലിയ ഓഡിറ്റോറിയം എന്നെ കാണിച്ചു. ആ ഓഡിറ്റോറിയത്തിനകത്ത് നിറച്ചിരിക്കാൻ ഇടം പോരാതെ ജനം ആത്മാവിൻ്റെ തീക്കകത്ത് തീക്കകത്തിരുന്ന് ആരാധിക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കോർഡ്ലെസ് കൊണ്ട് ഇന്ന് നടക്കുന്ന പോലെ അതിനിടെ കൂടെ നടന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഹോളിൻ്റെ പുറത്തിറങ്ങാൻ പറഞ്ഞു. ഞാൻ ഈ കോർഡ്ലെസ്സും കൊണ്ട് പുറത്തിറങ്ങി. ഉറക്കത്തിലല്ല കേട്ടോ, ഉറക്കത്തിൽ കണ്ട സ്വപ്നമല്ല പറയുന്നത്. അങ്ങനെ മുട്ടുമ്പേ ദർശനം ഒത്തിരി ദർശനങ്ങളുണ്ട്. ആമേൻ. ഞാൻ പുറത്തിറങ്ങി, ദർശനമാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആ കോമ്പൗണ്ട് മുഴുവൻ ജനമാണ്. ഇതുപോലെ ഹോളിനകത്ത് ഇരുന്നതിനെക്കാട്ടും തിക്കി തിരക്കി പുറത്തിരിക്കുക. ഞാൻ നോക്കിയിട്ട് എന്നോട് ദൈവാത്മാ പറഞ്ഞു, നീ ആ റോഡിലൂടെ നടക്കാൻ പറഞ്ഞു. റോഡിൻ്റെ 2 സൈഡിലും വീടുകൾ എല്ലാം നിറഞ്ഞിരിക്കുന്ന സ്ഥലം. ഞാൻ അതിൻ്റെ നടുവിലൂടെ നടക്കുകയാണ്. റോഡ് സൈഡിൽ മുഴുവൻ ജനം, കോമ്പൗണ്ടിൻ്റെ വീടുകൾ മുഴുവൻ ജനം, വീടിൻ്റെ ടെറസിൽ മുഴുവൻ ജനം, തീ കത്തുന്ന ആരാധന. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ലോകം മുഴുവൻ ഒരു വലിയ ഉണർവയക്കാൻ പോകുകയാണ്. നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ ജനനിബിഡമായ രീതിയിൽ ജനം കൊതിച്ചോടി വന്ന് ആരാധിക്കുന്ന ആരാധന ലോകരാജ്യങ്ങളിൽ അയക്കാൻ പോകുകയാണ്. അയക്കുന്ന ആരാധനയുടെ ഭാഗത്ത് പരിശുദ്ധാത്മാവ് എന്നോടൊരു ചോദ്യം, നിനക്ക് ഉണർവ് കാണണോ, ഉണർവിൻ്റെ ഭാഗമാകണോ? ഞാൻ മുട്ടുമ്പേലിരുന്ന് കരയാൻ തുടങ്ങി. ലിസോ ചാടി എഴുന്നേറ്റിൻ്റെ ഭാര്യ, എന്താ അതൊന്നു പറ്റി ചോദിച്ചു, വന്ന് ക്ഷീണിച്ച് രാത്രി വന്നതല്ലേ, വയ്യാതായതാണോ എന്ന്. ഞാൻ പറഞ്ഞില്ല, ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ദൈവം ദർശനം കാണിച്ചു. എൻ്റെ മുമ്പിൽ കർത്താവ് കാണിച്ചതൊക്കെ നടന്നിട്ടുണ്ട്. പലതും പറയാൻ സമയമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പം, ലിങ്കൺ ഷെയറിലെ ആക്സിഡന്റിൽ ദാനിയേൽ മരിക്കാതിരുന്നത്, എത്ര സമയം വേണം ദൈവമക്കളെ മരിക്കാതിരുന്നത് ഈ ഉണർവിന്റെ ഭാഗമാകാനാണ്. വിശ്വസിക്കാൻ കൃപ പ്രാപിച്ച എത്ര പേരുണ്ട്? നീ കോവിഡിൽ നീ മരിക്കാതിരുന്നത് ഈ ഉണർവിന്റെ ഭാഗമാകാനാ. ആയുസ് നീട്ടിത്തന്നത് ഇതിന്റെ ഭാഗമാകാനാ. എത്ര പേർ തീരുമാനിക്കും, കർത്താവേ ഐ ലവ് യു ജീസസ്, എന്നെ ഇതിന്റെ ഭാഗമാക്കണേ? എത്ര പേർ തീരുമാനിക്കും? എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? ഈ ദൂതിനെ, ഈ അനുഭവം ഞാൻ ഇന്ന് വരെ UK ഓർത്ത് പറഞ്ഞിട്ടില്ല. ഇത് പരിശുദ്ധാത്മാവ് ഇവിടെ പറയിപ്പിച്ചു. എന്താ കാര്യം എന്നറിയാമോ? ഇതിനകത്തുനിന്ന് ചിലരെ ഉണർവിന്റെ അറ്റം പിടിക്കാൻ, തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശിന്റെ അറ്റം ഖുറേനക്കാരനെ ശീമോൻ പിടിച്ചതുപോലെ ഈ ഉണർവിന്റെ അറ്റത്ത് നിന്നെ പിടിപ്പിക്കാൻ എത്ര പേർ സമർപ്പിക്കും? എത്ര പേർ സമർപ്പിക്കും? എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിന്ന്, കർത്താവ് എന്നെ ഉപയോഗിക്കണേ. Lord, use me, Lord. Use me, Lord. Use me, Lord. എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ. എത്ര പേര് പ്രാർത്ഥിക്കാം? എത്ര പേര് പ്രാർത്ഥിക്കാം? എത്ര പേര് പ്രാർത്ഥിക്കാം? Lord, use me, Lord.
Jesus, 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 Holy Spirit, use me, Lord. എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ. Use me, Lord. എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ. I love you, Jesus. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Use me, Lord. Hallelujah. 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 എന്നെ സമർപ്പിക്കുന്നപ്പാ. എത്ര പേര് പ്രാർത്ഥിക്കും? Lord, I surrender myself unto thy hands. Lord, I surrender myself unto thy hands. Use me, Lord, for the revival. Use me, Lord, for the glory of God. യേശുവേ, എന്നെ ഉപയോഗിക്കണേ. എന്നെ തീയാക്കണമേ, എന്നെ തീയാക്കണമേ. സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളെ മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കറിയാം, സമയത്തിൻ്റെ പരിമിതി എനിക്കറിയാം. ദൈവാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ചില്ലെങ്കിലും നിങ്ങളെ ഇന്ന് രാത്രി ആണിപ്പാറുള്ള കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ വച്ച് നിങ്ങളെ അഭിഷേകം ചെയ്യുക. ആ കൈ ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണമേ, അങ്ങയുടെ മഹത്വം അവരുടെ മേലെ ഇറങ്ങണമേ, അങ്ങയുടെ സാന്നിധ്യം അവരെ പൊതിയണമേ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഈ അങ്ങയുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ശത്രു അപഹരിച്ചുകൊണ്ട് പോയ നന്മകൾ തിരിച്ചു പിടിക്കത്തക്ക രീതിയിൽ ദേശത്ത് പൊട്ടിപ്പുറപ്പെടുന്ന ഉണർവിന് ഈ സഭയെ ഒരു മുഖാന്തരമാക്കണമേ, മുഖാന്തരമാക്കണമേ. അതിനുവേണ്ടി ജനത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, ഈ ജനത്തെ അവിടുന്ന് ഉപയോഗിക്കണമേ, ഈ സഭയെ അവിടുന്ന് ഉപയോഗിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന
അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രത്യേക അഭിഷേകം അവരുടെ മേലിറങ്ങുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു കർത്താവേ. ആ അഭിഷേകത്തിന്റെ പുതപ്പ് അവരുടെ മേൽ വീഴട്ടെ. അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നപ്പ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവർക്ക് സൗഖ്യം, ആരോഗ്യം, ആത്മീക നന്മകൾ, ഭൗതിക നന്മകൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.